തന്നെ അറിയേണ്ട കാര്യം, അതായത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും അത് ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. അതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുകയിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ നിന്ന് ഖത്തർ എന്ത് നിലപാടായിരിക്കും, ഇല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനി ആ വിഷയത്തിലുള്ള ഖത്തറിന്റെ ഇടപെടൽ എന്നുള്ളതിൽ വ്യക്തത വരുത്തുന്നുണ്ടോ? തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പിന്നിട്ട് 23 മാസങ്ങളായിട്ട് ഈ പ്രതിസന്ധി തീർക്കാൻ, ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊണ്ട രാജ്യമാണ് ഖത്തർ. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നിരവധി വട്ടമാണ് ഈ സന്ധി സംഭാഷണങ്ങൾ നടന്നത്. ഇസ്രായേൽ സംഘത്തിന് നിരവധി തവണ ഖത്തറിൽ സന്ദർശനം നടത്താനും ഈ ചർച്ചകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് നൽകാനും ഒക്കെയും ഖത്തർ നേതൃത്വം ഇത്രയേറെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആക്രമണത്തോടുകൂടി ചിത്രങ്ങൾ മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഖത്തറും ഇത് അംഗീകരിക്കുന്നുണ്ട്. കാരണം തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നത് മാത്രമല്ല, ഒരു മാന്യമായിട്ടുള്ള ഒരു സമീപനം പോലുമല്ല ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചതെന്ന കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഖത്തർ വിദേശകാര്യ വക്താവും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഖത്തർ നേതൃത്വത്തിന് വളരെ ഉചിതമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ മധ്യസ്ഥ നീക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഖത്തർ പിന്മാറുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവും. കാരണം ഹമാസുമായിട്ട് ആ അർത്ഥത്തിൽ സംവദിക്കാനും അവരെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ഏറ്റവും മികച്ച ഒരു മധ്യസ്ഥ റോൾ വഹിക്കാൻ പറ്റുന്നത് ഇന്നും ഖത്തറിനെ തന്നെയാണ്. അതുകൊണ്ട് ഖത്തറിന് ആ അർത്ഥത്തിലുള്ള കടുത്ത നിലപാടുകൾ എടുക്കുന്നതിൽ നിന്ന് ഖത്തറിനെ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയ ഒരു മുറിവേറ്റതിന്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഇന്നലെ തന്നെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം അമേരിക്ക ഈ വിവരം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോലും ഈ ആക്രമണം നടന്ന് 10 മിനിറ്റിന് ശേഷം മാത്രമാണ് ഒരു ടെലിഫോൺ കോൾ തങ്ങൾക്ക് ലഭിച്ചതെന്ന് പറയുമ്പോൾ അമേരിക്ക കെട്ടിപ്പോക്കിയാൽ അമേരിക്ക നടത്തിയ ആ വ്യാഖ്യാനങ്ങളുടെ പൂർണ്ണമായി തന്നെ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് ഖത്തർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം അത് ഇസ്രായേലിനെതിരെ മാത്രമല്ല അമേരിക്കക്ക് കൂടി മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ അത്തരം ഒരു പ്രതികരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഗൾഫ് നേതാക്കൾ ഇന്ന് ഖത്തറിൽ എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുക. മറ്റൊന്ന്, ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കുന്ന വിഷയത്തിൽ എന്നുള്ളതാണ്. ഇന്നലെ മുതൽ തന്നെ നമ്മൾ പല രാജ്യങ്ങളുടെയും നിലപാട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഇനിയും അറിയേണ്ടതുണ്ട്. ഒപ്പം US ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന, ഇന്നലെ നമ്മൾ കണ്ടു US പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് ഖത്തർ പറയുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് US ഇനി ഇതിൽ എങ്ങനെയായിരിക്കും ഇടപെടുക, ട്രംപ് ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇത് ഇസ്രായേൽ മാത്രം കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞ് ആ അർത്ഥത്തിൽ പിൻവാങ്ങാൻ ഒരു നിലയ്ക്കും ട്രംപ് ഭരണകൂടത്തിന് സാധിക്കുകയില്ല. കൃത്യമായി തന്നെ അമേരിക്കയെ വിവരം അറിയിച്ചതായിട്ട് ഇസ്രായേൽ നേതൃത്വവും അംഗീകരിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ഘടകം. കാരണം ഇത്രയേറെ ബന്ധം പുലർത്തുന്ന നയതന്ത്ര ബന്ധം മാത്രമല്ല സൈനിക ബന്ധങ്ങളും ഖത്തറിലാണ് ഇപ്പം അമേരിക്കയുടെ വ്യോമതാവളമുള്ളത്, ബഹ്റൈനിലാണ് അവരുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം നിലനിൽക്കുന്നത്. ഇതൊക്കെ ആയിട്ട് പോലും തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ, തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഒരു അന്യരാജ്യം നടത്തുന്ന കടന്നാക്രമണത്തെ ചെറുക്കാൻ മാത്രമല്ല ആ വിവരം അറിയിക്കാനുള്ള ഒരു സൗമനസ്യം പോലും അമേരിക്ക കാണിച്ചില്ല എന്ന പരാതി അറബ് ലോകത്ത് വ്യാപകമാണ്. അത് ഖത്തർ പൊതുസമൂഹത്തിലും അത് വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വളരെ ഉചിതമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ, ചില നിലപാടുകൾ കൈക്കൊള്ളാൻ ഖത്തർ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അമേരിക്ക ഇന്നലെ തന്നെ ഖത്തർ അമീറുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. അത് ഈ ഒരു സംഭവത്തിൽ താൻ ദുഃഖം പ്രകടിപ്പിക്കുന്നതായിട്ട് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാൻ ഖത്തർ നേതൃത്വമോ ഗൾഫ് നേതൃത്വമോ ഇപ്പോൾ തയ്യാറല്ല. കാരണം ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള ഒരു സമീപനം, ഒരു വിദേശകാര്യ നയം, ഒരു നയതന്ത്ര സമീപനമാണ് അമേരിക്ക പിന്തുടരുന്നത്. ഇത് നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ നഗ്നമായി തന്നെ ആ ഒരു ഇസ്രായേൽ പക്ഷപാതിത്വം അമേരിക്ക കാണിക്കുന്നു. ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് ഈ രാജ്യങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കതും അതിശക്തമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തിന്റെ പുറത്തായാലും ഹമാസ് നേതൃത്വം ആണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നൊക്കെ പറഞ്ഞാലും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ, അതും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മധ്യസ്ഥ റോളിൽ നിലനിൽക്കുന്ന, ഏറ്റവും ധീരമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളുന്ന
ഒരു രാജ്യത്തിന് നേരെ നടന്ന ഈ കടന്നാക്രമണത്തെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും അപലപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഈ ചെയ്ത നീക്കത്തോട് തങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല എന്നും ഈ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മേഖലയിലെ അറബ് മുസ്ലിം കൂട്ടായ്മയും പൂർണ്ണമായിട്ടും വലിയ പിന്തുണയാണ് ഖത്തറിന് നൽകി വരുന്നത്. ശക്തമായിട്ടുള്ള ഏത് തീരുമാനവും ഖത്തറിന് കൈക്കൊള്ളാം, അതിനൊപ്പം തന്നെ തങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ രാജ്യങ്ങൾ നൽകുന്നത്. ഇനി അറിയേണ്ടത് ഹമാസ് എങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ളതാണ്. ഹമാസിന്റെ പദ്ധതികൾ, ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നു, നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടത്തുന്നു, അതിനപ്പുറത്തേക്ക് ആരൊക്കെ ഹമാസിന് സഹായം ഈ ഘട്ടത്തിൽ ചെയ്യും? ഇന്നലെ തന്നെ ഇസ്രായേലിന്റെ സൈനികരുൾപ്പെടെ കൊല്ലപ്പെടുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇത്തരത്തിലായിരിക്കും ആ പ്രതികരണം. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഹമാസിന്റെ 5 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം, അതിന് യുഎസിന്റെ അറിവോടെയാണ് അത് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത ഖത്തർ വരുത്തേണ്ടതുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. ഖത്തറിനെ ഇത് അറിയിച്ചിരുന്നു എന്ന് പറയുന്നു, പക്ഷേ അത് ഖത്തർ ഇന്നലെ മുതൽ തന്നെ നിഷേധിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് UAE പ്രസിഡന്റ് ഉൾപ്പെടെ ഖത്തറിലെത്തിയിരിക്കുന്നത്. കൂടിയാലോചനകൾ ഇപ്പോഴും നടക്കുന്നു. എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിൽ ലോകരാജ്യങ്ങളെല്ലാവരും അവരുടെ നിലപാടുകൾ പ്രകടമാക്കേണ്ട സാഹചര്യം കൂടി എടുത്തിരിക്കുന്നു. ആ സമയത്ത് എങ്ങനെയായിരിക്കും ഹമാസിന്റെ തിരിച്ചടി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അബ്ബാസ് മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. അബ്ബാസ്, UAE പ്രസിഡന്റ് ഖത്തറിലെത്തിയിരിക്കുന്നു. സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഖത്തറിൽ ചർച്ചയാവുക? UAE പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഖത്തറിൽ വിമാനം ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ കൂടെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ UAEയുടെ പ്രതിരോധ മന്ത്രി കൂടിയാണ്. പിന്നീട് അതുപോലെ അബുദാബി ഉപ ഭരണാധികാരി